ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് കുറച്ച് പീനട്ട്സ് വെച്ചിട്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പീനട്ട് കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതെൻ്റെ മാത്രം വേർഷനാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടായിരിക്കും. 1/2 കിലോ പീനട്ട്സിനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നെയ്യ്, 8 ടേബിൾ സ്പൂൺ പഞ്ചസാര, 8 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ വേണം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഈ പീനട്ട്സിനെ, അതായത് 2.5 കപ്പ് ഉണ്ട് കേട്ടോ. 1/2 കിലോ എന്ന് പറഞ്ഞാൽ 2.5 കപ്പ് പീനട്ട്സ് ആണുള്ളത്. ഈ പീനട്ട്സിനെ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൈദയും ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായി നീഡ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ നമുക്ക് ആവശ്യം വന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കാവുന്നതാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നീഡ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോയാണ് അപ്പം നമുക്ക് കിട്ടുന്നത്. അതിനെ അവിടെ മാറ്റി വെച്ചിട്ട് ഓവനെ നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് 10 മിനിറ്റിലേക്ക് ഇടാം. ഓവൻ പ്രീഹീറ്റ് ആയതിനു ശേഷം ഇതിനെ ചെറിയ ബോൾസാക്കി ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 20 മിനിറ്റ്സ് 170 ഡിഗ്രിയിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്. കാരണം പല്ലില്ലാത്തവർക്ക് വരെ ഈ കുക്കീസ് കഴിക്കാം. അത്ര സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കുക്കീസാണ്. 100% ഗ്യാരണ്ടിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ടീ ടൈം കുക്കീസായിട്ട് ഉപയോഗിക്കുന്നതിനും അടിപൊളിയാണ്. 30 എണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം കൂട്ടുകാരൊത്ത് നിങ്ങൾ വീട്ടുകാരും കുട്ടികളും ഒപ്പം ഇത് എൻജോയ് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എൻജോയ് ചെയ്യണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്